ഇറാനിൽ അമേരിക്കയുടെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും പ്രതീക്ഷ നിന്നത് അമേരിക്ക വീണ്ടും അത് തുടരുമെന്നാണ്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടല്ലോ. അമേരിക്ക തന്നെ ഇതൊരു വലിയ സംഘർഷമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണോ ഈ ചർച്ച? അതെ, തീർച്ചയായിട്ടും. ഈ അമേരിക്കയ്ക്ക് ഇത് ഇറാൻ തിരിച്ചടിച്ചാൽ അമേരിക്കയ്ക്ക് യുദ്ധത്തിന് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം അത് വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ വിവിധ ബേസുകൾ, ആർമി ബേസുകൾ, സൈനിക താവളങ്ങൾ ഈ അറബ് രാഷ്ട്രങ്ങളിലും മിഡിൽ ഈസ്റ്റിലും ആയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇറാൻ ഒന്ന് കയറി അടിച്ചാൽ അമേരിക്ക അത് തടയുമായിരിക്കും. പക്ഷേ അത് അടിച്ചാൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ആ സംഭവം വഴിതിരിച്ചു വിടും എന്ന് തീർച്ചയാണ്. അതുണ്ടാകാതിരിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ഈ ചർച്ച എന്ന നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യം അവർ സാധിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണം. അതാണ് അവരുടെ ആവശ്യം. ഇറാന് ഈ ആണവ പദ്ധതി അല്ലെങ്കിൽ അവരുടെ ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രയേലിനോ ഒന്നും, ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ അതൊരു പ്രശ്നമേ അല്ല. അവർ അത് എല്ലാവരും അംഗീകരിക്കുന്നു. അതേസമയം ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നു എന്ന വിവരമാണ് ലോകരാജ്യങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇറാനിൽ കയറി അടിച്ചപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളെല്ലാം പിന്തുണച്ചത്. നമ്മൾ കണ്ടതാണ്. G7 പോലും ഇസ്രയേലിനെ അനുകൂലിച്ചാണ് നിലപാടുണ്ടായത്. ഇന്ത്യയും അതിൽ പങ്കെടുത്തതാണ്. ഇന്ത്യയും മുന്നോട്ട് വെക്കുന്ന ആവശ്യം ആണവ നിർവ്യാപന കരാർ, അതായത് ആണവായുധ നിർവ്യാപന കരാർ. അതേസമയം അറ്റോമിക് എനർജി, ആണവ ഊർജം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ എന്നൊരു രാജ്യത്ത് അമേരിക്ക കടന്നു കയറി ആക്രമിച്ചു. അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ സ്വാഭാവികമായി തിരിച്ചടി ആഗ്രഹിക്കും. ആ തീരുമാനം എടുക്കേണ്ടത് അവിടുത്തെ സൈനിക നേതൃത്വവും ഭരണ നേതൃത്വവുമാണ്. അപ്പോൾ അമേരിക്കയുടെ ആ ചർച്ചയ്ക്കുള്ള ക്ഷണം ഈ ഇറാനിന് സ്വീകരിക്കാൻ കഴിയും? അത് ഇറാന് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയുക എളുപ്പമല്ല. ഇറാന് സ്വീകരിക്കാതിരിക്കാൻ ആകില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം, ഇസ്രയേലിൻ്റെ അടി കൊണ്ട് തന്നെ ഇറാൻ ഒടിഞ്ഞിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ അതുകൊണ്ടാണല്ലോ പലവട്ടം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ആണവ കരാറിൽ ഒപ്പിടാൻ പോലും ഇറാൻ തയ്യാറാവും. ഇന്ന് ഇന്ത്യയുമായിട്ട്, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഇറാൻ പ്രസിഡന്റ് സംസാരിച്ചു കഴിഞ്ഞു. മസൂദ് പറയുന്നത് സമാധാനത്തിലേക്ക് വരാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ഇറാനിലെ വിഷയം ഇറാനിലെ ജനങ്ങളല്ല, അവിടുത്തെ മതപൗരോഹിത്യ ഭരണകൂടമാണ്. ഈ മതപൗരോഹിത്യ ഭരണകൂടം 1979 അമേരിക്കയുടെ തന്നെ സഹായത്തോടു കൂടി അവിടെ സ്ഥാപിതമായതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ലിബറൽ അല്ലെങ്കിൽ ഒരു ഇടത് കമ്മ്യൂണിസ്റ്റ് ചായ്വൊക്കെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിനെ അവിടുന്ന് തൂത്തെറിഞ്ഞിട്ട് അവിടെ ഈ പാവ ഗവൺമെൻറ്റിനെ, ഈ മത ഭരണകൂട പൗരോഹിത്യ ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് 40 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അത് അമേരിക്കയും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ രംഗത്ത് വന്നിരിക്കുന്നത്, ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇറാൻ മുന്നോട്ട് വന്നാൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഈ ആണവോർജം സംബന്ധിച്ച് ഇറാൻ അത് സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. ഞങ്ങൾ എതിർക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തെയാണ്. അതേതാണ്ട് 83% വരെ എത്തി നിൽക്കുകയാണ് ഇറാൻ. ഇനിയൊരു 17% കൂടെ കഴിഞ്ഞാൽ പൂർത്തിയായി അവരുടെ കൈവശം ആണവ ബോംബ് ഉണ്ടാകും. അതിലേക്ക് ഇറാനെ പോകാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല എന്ന് അമേരിക്ക അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് അറിയാം അതിൻ്റെ അപകടം എന്താണെന്ന്. കാരണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമല്ല അവിടെ ഉള്ളത്. അതൊരു മത പൗരോഹിത്യ ഭരണകൂടമാണ്. അവരുടെ കയ്യിൽ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ആണവ ബോംബ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അത് അവരെടുത്ത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒക്കെ എതിരെ പ്രയോഗിക്കും. തിരിച്ചിങ്ങോട്ട് എന്ത് കിട്ടി എന്നുള്ളത് അവരുടെ വിഷയമല്ല. കാരണം ഇവിടുത്തെ ജനങ്ങളെ അവർ
എന്താ പറയണ്ടേ, ഒരു പൗരന് വേണ്ടുന്ന അർഹിക്കുന്ന ഗൗരവവും പരിഗണനയും ആദരവും ഒന്നും കൊടുത്തിട്ടല്ല ആ ഭരണകൂടം കാണുന്നത്. ആ ഭരണകൂടത്തിന് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ, അവരുടെ മതപരമായ ആവശ്യങ്ങൾ, ഇതൊക്കെയാണ് അവർ അതിനുവേണ്ടി. ഇല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് മുഴുവനും അശാന്തി വിതയ്ക്കാൻ കെൽപ്പുള്ളവരാണ് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ, ഇങ്ങനെ തുടങ്ങിയ അസംഖ്യം ബോക്കോ ഹറാം, ഇങ്ങനെയുള്ള ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട്. ഈ തീവ്രവാദ ഭീകര സംഘടനകളെല്ലാം തന്നെ എന്താണ് പറയുന്നത്? ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കണം, ലോകത്തെമ്പാടും ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം, ശരീഅത്തായിരിക്കണം ഭരണഘടന. ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭീകര സംഘടനകളെ സഹായിക്കുന്ന നിലപാടാണ്, അവർക്ക് ആളും അർത്ഥവും ആയുധവും നൽകി സഹായിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇറാനിലുള്ളത്. ആ ഭരണകൂടത്തെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അമേരിക്കയും ഇസ്രയേലും ഉന്നയിക്കുന്ന ചോദ്യം വളരെ ശരിയാണ്. ഇവരോട് കാണിക്കുന്ന ക്രൂരതയൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ ലോകത്തിന് മുഴുവനും അശാന്തി ഉണ്ടാക്കുന്ന, ലോകത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു നിലപാടുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല എന്നാണ് നെതന്യാഹുവും ട്രംപും പറയുന്നത്. അത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. G7 ഉച്ചകോടിക്കിടയിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതാണ്. ട്രംപിന്റെ ആദ്യകാലത്ത് തന്നെ ട്രംപ് പ്രധാനമായി ശത്രുക്കളായി കണ്ടിരുന്നത് ഒന്ന് ഇറാനെയും അതോടൊപ്പം തന്നെ ചൈനയുമാണ്. അന്ന് തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലിട്ടിട്ടാണോ അടുത്ത് വീണ്ടും താൻ അധികാരത്തിൽ വന്നപ്പോൾ തന്ത്രപൂർവ്വം ഇസ്രയേലിനെ ഉപയോഗിച്ച് ആദ്യം ആക്രമിക്കുക, പിന്നീട് അടിക്കുക? അതെ, അതൊരു അദ്ദേഹത്തിന്റെ തന്ത്രം തീർച്ചയായിട്ടും. കാരണം ഈ അദ്ദേഹം ആദ്യം അധികാരത്തിൽ ഇരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഇറാനെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിയതാണ്. വളരെ ശരിയാണത്. ഇപ്പോൾ ഇവിടെ തന്നെ സൈന്യം പറയുന്നത്, അവരുടെ പ്രതിരോധ വക്താവ് നൽകുന്ന വിവരമനുസരിച്ച് വൈറ്റ് ഹൗസിൽ സംബന്ധിച്ച് പത്രസമ്മേളനം വിളിച്ച് എന്തൊക്കെയാണ് ഇറാൻ്റെ മേൽ ഞങ്ങൾ ചെയ്തതെന്ന് അമേരിക്ക വ്യക്തമായിട്ട് ലോകത്തെ മുഴുവനും അറിയിച്ചു. നമ്മൾ അറിയാലോ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം നമ്മുടെ സൈനിക വക്താക്കൾ ലോകത്തോട് പറഞ്ഞു എന്താണ് ഞങ്ങൾ അവിടെ ചെയ്തത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ അതൊക്കെ ഒരു മാന്യമായ ഇടപെടലാണ്. അമേരിക്ക അത് പറഞ്ഞു. അവിടെ അവർ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇറാൻ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നു, അതിനെ ഇല്ലാതാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ഞങ്ങൾക്ക് ഇറാൻ്റെ പുറത്ത് വേറെ യാതൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. ഇറാൻ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇറാനെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാക്കാനോ ഒന്നുമല്ല. വളരെ കൃത്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബി പറയുന്നു, വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്, ഇറാൻ എപ്പോൾ വേണമെങ്കിലും ചർച്ച ആരംഭിക്കാം, അവർ സമ്മതിച്ചാൽ മാത്രം മതി, ഞങ്ങൾ ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണ്, നമുക്ക് ആണവ കരാറിൽ ഏർപ്പെടാം, അവർ യുറേനിയം സമ്പുഷ്ടീകരിക്കരുത് എന്നൊരു ആവശ്യം മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതൊരു ന്യായമായ ആവശ്യമാണ്. കാരണം ലോകത്തെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു, ഇസ്രായേൽ ആഗ്രഹിക്കുന്നു, ലോകരാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം, ഈ ഇറാനിൽ അമേരിക്ക കയറി അടിച്ചപ്പോൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ 7-8 മാസമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടിരിക്കുകയാണ്, പ്രസിഡന്റിൻ്റെ അനുമതി മാത്രം മതിയായിരുന്നു, പ്രസിഡന്റ് അനുമതി തന്നു, ഞങ്ങൾ കയറി അടിച്ചു. വളരെ കൃത്യമാണ്. ഏതാണ്ട് 37 മണിക്കൂർ പറന്നിട്ടൊക്കെയാണ് എല്ലാ വിമാനങ്ങളും കൂടി 37 മണിക്കൂറോളം പറന്നു ഈ ആക്രമണത്തിന്. 25 മിനിറ്റാണ് ആക്രമണം നീണ്ടു നിന്നത്. 6:40 തുടങ്ങി 7:05 അവസാനിച്ചു. 3 ആണവ കേന്ദ്രങ്ങളെ സമ്പൂർണ്ണമായിട്ടും തകർത്തു. ഇനി യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് അടുത്ത കാലത്തെങ്ങും ഇറാന് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അതിന് ആ രീതിയിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം. വളരെ വ്യക്തമാണ്. കൃത്യമായിട്ട് ഈ B-2 ബോംബറുകൾ ഉപയോഗിച്ച്, സ്റ്റെൽത്ത് വിമാനങ്ങളാണ്, അത് ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ആക്രമിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണ്. ഇറാൻ ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമീപനം സ്വീകരിക്കണം, ലോകരാഷ്ട്രങ്ങളെയെല്ലാം വിശ്വാസത്തിലെടുക്കണം, യുറേനിയം സമ്പുഷ്ടീകരണം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. പകരം ആണവോർജ്ജം സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുള്ളൂ. ആർക്കും ഒരു വിരോധവുമില്ല, ആരും അതിനെ എതിർക്കാനും വരില്ല. എന്തുകൊണ്ട് ഇറാൻ അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുന്നില്ല? അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെ സമ്മർദ്ദം ചെലുത്തുന്ന സ്ഥിതിക്ക് ഇറാൻ മറിച്ച് ചിന്തിക്കുമായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഈ മതപൗരോഹിത്യ ഭരണകൂടത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ
ഇറാനിലെ പൗരന്മാരുടെ സുരക്ഷ, അവിടുത്തെ ജനങ്ങളുടെ ഭാവി ഇതെല്ലാം കരുതി ലോകരാഷ്ട്രങ്ങളുടെ നന്മ, ലോകമാകമാനമുള്ള മനുഷ്യരുടെ നന്മ എന്നിവയെ കരുതി ഇറാൻ ഈ പുതിയ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ചർച്ചയ്ക്കുള്ള ഈ അവസരത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നാണ് പൊതുവെ ലോകരാഷ്ട്രങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്.